ഇന്നുച്ചയ്ക്ക് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറാൻ ചെങ്ങന്നൂർ നല്ല തിരക്കാവുമെന്ന് കരുതി മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ്. സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. യാത്രയുടെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ട്രെയിൻ യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഇരിക്കാനുള്ള ഒരു ബെഞ്ചിൽ അന്യസംസ്ഥാന തൊഴിലാളി ഉച്ചഭക്ഷണം കഴിച്ച് ഉച്ചമയക്കത്തിലാണ്. ബാംഗ്ലൂരിലേക്ക് പോകുവാനുള്ള യാത്രക്കാർ അവിടെ എവിടെയായി ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും അന്യസംസ്ഥാന തൊഴിലാളി കൂർക്കം വലിച്ച് നല്ല ഉറക്കത്തിലാണ്. ഈ സൈഡിൽ കൂടെ എപ്പോഴും ട്രെയിൻ വരുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് കിഴക്കേ ഭാഗത്തുള്ള ട്രാക്കിൻ്റെ സൈഡിൽ പോയിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടേക്ക് പോയിരിക്കാൻ ശ്രമിച്ചു. ഇരുന്ന മാത്രയിൽ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. ഇടയ്ക്ക് വന്ന പിശറം കാറ്റിൽ ആഞ്ഞടിച്ച ദുർഗന്ധം കാരണം ഞങ്ങൾക്കവിടെ ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ. തണുപ്പ് തേടിയെത്തുന്ന യാത്രക്കാർ ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും വളരെ വേഗം തന്നെ അവിടുന്ന് സ്കൂട്ടാകുന്നു. മനം മടുപ്പിക്കുന്ന ഈ ദുർഗന്ധം എവിടെ നിന്നാണ് ഞാനൊന്ന് തിരഞ്ഞു. ഒരാഴ്ചയോളമായി കാണും. ഒരു നായ ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത് അഴുകിയ നിലയിൽ തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധത്തിൽ കിടക്കുകയാണ്. ഏകദേശം ഒരാഴ്ചയോളം പഴക്കം കാണും ജഡത്തിന്. ഉടലും ശരീരവും വേറെ വേറെയായി അഴുകി ദ്രവിക്കാൻ തുടങ്ങി. ഇന്ത്യൻ റെയിൽവേ ട്രെയിനുകളും സ്റ്റേഷനുകളും ശുചീകരണം ശക്തമാക്കി 1-2 മണിക്കൂറിനുള്ളിൽ ഇടവിട്ട് വൃത്തിയാക്കൽ നടപടി സ്വീകരിക്കുന്നതിനെപ്പറ്റി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ കേട്ടിരിക്കുന്നു. മണിക്കൂറുകൾ ഇടവിട്ടൊന്നും ക്ലീൻ ചെയ്തില്ലെങ്കിലും ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഈ നാറ്റം സഹിച്ച് ഇത്രയും യാത്രക്കാർ ഇവിടെ ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു.